my dear students. Welcome to Bosco Campus Vision. This is Asha SP from PG Department of Commerce. We are on the next lecture series of GST, Customs Duty Law and Practice. So we are dealing with the second module, basic structure of GST. Now, കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ ടാക്സ് ആണ് GST ആയിട്ട് മെർജ് ചെയ്തതെന്ന് നോക്കി. നമ്മൾ GSTയുടെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് one of the most important topic in this module or in this paper, the term input tax credit. The term input tax credit. As we all know that GST is a multi-point tax payable to the government. Then on the stages of movement of goods and services from the manufacturer to the ultimate consumer. അപ്പോൾ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് മാനുഫാക്ചറിൽ നിന്നും റീറ്റെയിലർ, ഹോൾസെയിലർ, റീറ്റെയിലർ അങ്ങനെ പാസ് ഓൺ ചെയ്ത് ഫൈനൽ കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ എത്തുന്നവരുള്ള ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ടാക്സേഷനെയാണ് നമ്മൾ GST എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു എന്തൊക്കെ ടാക്സ് ആണ് GST ആയിട്ട് മെർജ് ചെയ്തതെന്ന്. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ടേം ആണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ITC, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അപ്പൊ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അപ്പൊ ഇതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വന്നതാണ് GSTയും ഇതിനു മുമ്പുള്ള ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള, അതായത് വാല്യൂ ആഡഡ് ടാക്സ്, സർവീസ് ടാക്സ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്ത പോലെ, for example, manufacturer 100 rupeesന്റെ ഒരു റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് അത് അടുത്ത പ്രൊഡ്യൂസറിന്റെ കയ്യിൽ എത്തിക്കണമെങ്കിൽ, റോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസറിന്റെ കയ്യിലാണ് എത്തിക്കുന്നത്. അപ്പോൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് അത് പ്രൊഡ്യൂസറിന്റെ കയ്യിൽ എത്തിക്കുമ്പോൾ അയാൾ ഈ 100 rupeesന്റെ കൂടെ അയാൾക്ക് ഉള്ള 30 rupees, ഫോർ എക്സാമ്പിൾ 30 rupees എന്ന് വിചാരിച്ചോ, ഈ 30 rupeesഉം കൂടെ കളക്ട് ചെയ്താണ് 130 rupees ആയിട്ടാണ് അയാൾ പ്രൊഡ്യൂസറിന് ഈ പർട്ടിക്കുലർ റോ മെറ്റീരിയൽസ് വെക്കുന്നത്. ഓക്കെ, മൊത്തം 130 rupees. അയാൾ ആ 130 rupeesൽ നിന്ന് ബാക്കി 30 rupees എന്ന് പറഞ്ഞ എമൗണ്ട് ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കും. അപ്പൊ ഈ അടുത്ത പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? പ്രൊഡ്യൂസർ ഇതൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കിയിട്ട് ഇത് ഹോൾസെയിലിന് വിൽക്കും. ഫോർ എക്സാമ്പിൾ ആ 130 rupeesനകത്ത് അതിന്റെ ഇത്ര പെർസെന്റേജ് ടാക്സ് ചാർജ് ചെയ്തതിന് ശേഷം then for example അത് വീണ്ടും അത് വിൽക്കുമ്പോൾ 160 rupees ആകും. ഈ 160 rupeesനായിരിക്കും ഇത് എവിടെ വിൽക്കുന്നത്? അടുത്ത റീറ്റെയിൽ ഹോൾസെയിലറിന് വിൽക്കുന്നത്. അപ്പൊ വീണ്ടും ഈ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പോകുമ്പോൾ ഇത് അൾട്ടിമേറ്റ് കൺസ്യൂമറിന്റെ കയ്യിൽ എത്തുമ്പോൾ ഒരു 100 rupeesന് വാങ്ങിയ റോ മെറ്റീരിയൽ നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആകുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 500 rupees വരെ എത്തി നിൽക്കാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് GST it doesn't happen. ഇവിടെ നമ്മൾ പറയുന്ന ഒരു ടേം ആണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞതുപോലെ ഹോൾസെയിലർ 100 rupeesന്റെ റോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസറിന് കൊടുത്തു. അപ്പൊ ഫോർ എക്സാമ്പിൾ 100 rupees plus 30 rupees ആണ് അയാൾ റോ മെറ്റീരിയൽസ് കൊടുത്തത്. അപ്പൊ ഈ 30 rupees ആരാണ്? മാനുഫാക്ചർ 30 rupees ഗവൺമെന്റിന് അടച്ചു കഴിഞ്ഞു. അപ്പൊ 30 rupees ആർക്ക് കൊടുത്തതാണ്? ഹോൾസെയിലർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ മാനുഫാക്ചറിന് കൊടുത്തതാണ്. ഇനി മാനുഫാക്ചറർ ഇത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി റീറ്റെയിലറിന്റെ കയ്യിൽ എത്തിക്കുമ്പോൾ ഈ 130 rupeesനല്ല ചാർജ് ചെയ്യുന്നത്. ഈ 130 rupeesനാണ് ചാർജ് ചെയ്തെങ്കിൽ പോലും അയാൾ ഗവൺമെന്റിന് റെമിറ്റ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്നും ഈ ഡിഫറൻസ് ആയ, ഫോർ എക്സാമ്പിൾ 160 rupeesനാണെന്ന് വിചാരിച്ചോ, ബട്ട് ആ 160 rupeesഉം കൂടെ നമ്മൾ ഒരിക്കലും ഗവൺമെന്റ് അടയ്ക്കത്തില്ല. ആ 160 rupeesൽ നിന്നും ഇയാൾ നേരത്തെ മാനുഫാക്ചറിന് കൊടുത്ത 30 rupees ഡിഡക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടിനായിരിക്കും ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ ഒരു പോയിന്റ് ഓഫ് സെയിലിൽ മാത്രമേ ടാക്സ് എത്തുന്നുള്ളൂ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന്. അപ്പൊ ഇതാണ് ഈ മുമ്പത്തെ നമ്മൾ പറഞ്ഞ പ്രോസസ്സിനാണ് ടാക്സ് കസ്കേഡിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഓരോ പോയിന്റ് ഓഫ് സെയിലിലും അയാൾ ഇപ്പം ഹോൾസെയിലർ, റീറ്റെയിൽ, മാനുഫാക്ചറിന് എത്ര ടാക്സ് അടച്ചോ അത് അയാളുടെ കയ്യിൽ വെച്ചിട്ട് ബാക്കി ഗവൺമെന്റിന് കൊടുക്കും. ഓക്കെ, അത് ഓൾറെഡി അയാൾ കൊടുത്തതാണ്.
ബാക്കി എമൗണ്ട് ആക്കി ഗവൺമെന്റിന് അടയ്ക്കുന്നത്. ഫോർ എക്സാമ്പിൾ 30 rupees എന്ന് വിചാരിച്ചോ. ദെൻ ഇനി ഹോൾസെയിലർ റീറ്റെയിലറിന് കൊടുക്കുമ്പോൾ ഹോൾസെയിലർ പ്രൊഡ്യൂസറിന് കൊടുത്ത ടാക്സ് എമൗണ്ട് കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും അയാൾ ഗവൺമെന്റിന് അടയ്ക്കുന്നത്. ഈ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഫോർ എക്സാമ്പിൾ 160 - 30 എന്ന് വിളിക്കാം. ഓക്കെ, ആ 30 rupees അതാണ് അവിടുത്തെ ഡിഫറൻസ്. 160 - 30 ആ ഡിഫറൻസ് വരുന്നത്, അതായത് 130 നിന്ന് 160 വരെ, 160 - 30 അല്ല, 160 - 130. അപ്പൊ ആ ഡിഫറൻസ്, ആ 30 rupeesനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഈ 30 rupees അയാളുടെ സ്വന്തം കയ്യിൽ തന്നെ വെച്ചിട്ട്, ബിക്കോസ് അയാൾ അത് ഓൾറെഡി ടാക്സ് അടച്ചതാണ് ഗവൺമെന്റിന്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ പ്രോസസ് അല്ലെങ്കിൽ ആ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ആൻഡ് ദിസ് ഇസ് an important concept which we want to discuss under this GST, goods and service tax. So thus at each point of sale of goods and services, GST is collected and input tax credit is availed for tax already paid and balance tax is paid to the government, and this amount of balance amount is known as input tax credit. Are you clear? അപ്പോൾ നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ ഇവിടെ GST യിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സെഷൻ ആണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ആൻഡ് ദിസ് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾഡ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് ദ ന്യൂ ടാക്സ് റിഗം നോൺ ആസ് GST. Are you clear? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് റിഗാർഡിംഗ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. നിങ്ങൾ ഈ കൺസേൺഡ് പർട്ടിക്കുലർ ഐറ്റം നിങ്ങൾ റെഫർ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. And that's all about the today's session. This is Asha SP signing off from Bosco Campus Vision.